ഇരിക്കട്ടെ എന്ന തീരുമാനത്തിലേക്ക് എത്തുമ്പോൾ അത് തമിഴ്നാടിൻ്റെ ശോഭനമായൊരു ഭാവി കണ്ടുകൊണ്ടാണ് DMK TVKയോട് ഭരിച്ചുകൊള്ളാൻ പറയുന്നത് എന്ന് വിലയിരുത്താനാകില്ലല്ലോ അനുമോദം. അഭിലാഷ്, തീർച്ചയായിട്ടും ഇത് ഈ സാഹചര്യത്തിൽ ഉപയോഗിക്കുന്ന ഒരു തന്ത്രമായിട്ട് വേണം ഇതിനെ കാണുവാൻ. കാരണം ഇപ്പോൾ വിജയെ പിന്തുണച്ചില്ലെങ്കിൽ അവിടെ ആർക്കും അധികാരത്തിലെത്താൻ കഴിയുകയില്ല. കാരണം മറ്റാർക്കും ഈ അധികാരത്തിലേറാൻ കഴിയുന്നത്ര ഭൂരിപക്ഷം ഇല്ല. അതുകൊണ്ട് തന്നെ വിജയ് ഇപ്പോൾ അധികാരത്തിലേറിയില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും ഇവിടെ ഒരു ത്രിശങ്കു വരും, അനിശ്ചിതാവസ്ഥ വരും. സ്വാഭാവികമായിട്ടും രാഷ്ട്രപതി ഭരണത്തിലെ സാഹചര്യങ്ങൾ നീളും. വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് 6 മാസത്തിനപ്പുറം നടക്കുമ്പോൾ ഇപ്പോൾ 108 സീറ്റിലാണ് വിജയ് നേടിയതെങ്കിൽ ഒരുപക്ഷെ അതിന്റെ ഇരട്ടി സീറ്റുകളിലേക്ക് വിജയെ ജയിപ്പിച്ചേക്കും ആളുകൾ. കാരണം വിജയെ ഭരിക്കാൻ അനുവദിക്കാതിരുന്നത് DMKയും ADMKയും തുടങ്ങിയ മറ്റു കക്ഷികളാണെന്ന് ജനം വിലയിരുത്തുകയും അവർക്കെതിരെ ജനം വിധി എഴുതുകയും ചെയ്താൽ ഒരിക്കലും തിരിച്ചു വരാൻ കഴിയാത്ത വിധം വലിയ പരാജയത്തിന്റെ പടുകുഴിയിലേക്കായിരിക്കും ഈ രാഷ്ട്രീയ പാർട്ടികളൊക്കെ തന്നെ വീഴുക. അത് അവരുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. അതായത് വിജയെ ഇപ്പോൾ ഇവർ പിന്തുണച്ചത് വിജയോടുള്ള ഇഷ്ടം കൊണ്ടല്ല, അവരുടെ നിലനിൽപ്പ് കൂടി മുന്നിൽ കണ്ടുകൊണ്ടാണെന്ന് നമുക്ക് നിസ്സംശയം പറയാൻ കഴിയും. രണ്ടാമതായ മറ്റൊരു കാര്യം, വിജയെ ഇപ്പോൾ പിന്തുണയ്ക്കുന്നത് സ്വാഭാവികമായിട്ടും അധികാരത്തിലേറാൻ ഇവരുടെ ഈ ഒരു പിന്തുണ ആവശ്യമാണ്. അതിനപ്പുറം ഭരണത്തിൽ ഒരു ഇടപെടൽ, ഒരു അദൃശ്യമായ കടിഞ്ഞാൺ സൂക്ഷിക്കാൻ ഈ സഖ്യകക്ഷികളുടെ പിന്തുണ വിജയ്ക്ക് നൽകുന്നത് കൊണ്ട് DMKക്ക് സാധിക്കുമെന്ന് നമുക്ക് നിസ്സംശയം പറയാനാകും. കാരണം നേരത്തെ അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ നയപരമായ വിഷയങ്ങൾ, അതുപോലെ തന്നെ ഈ കേന്ദ്രവുമായി ബന്ധപ്പെട്ട പല പല വിഷയങ്ങൾ, ഇങ്ങനെ DMKക്ക് നിയന്ത്രിക്കാൻ അല്ലെങ്കിൽ DMK അംഗീകരിക്കാത്ത വിവിധ സാഹചര്യങ്ങളുണ്ട്. അതിലൊക്കെ തന്നെ വിജയ് മറ്റൊരു തീരുമാനത്തിലേക്ക് എത്താതിരിക്കാൻ ഈ സഖ്യകക്ഷികളെ കൊണ്ട് മൂക്കുകയറിയിക്കാൻ DMKക്ക് സാധിക്കുമെന്ന് നമുക്ക് പറയാനാകും. ഒരുപക്ഷെ രാഷ്ട്രീയമാണ്, നമുക്ക് ഏത് സാഹചര്യവും എങ്ങനെയും മാറാം. കാരണം 6 മാസത്തിനപ്പുറം തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. അവിടെ വിജയ് ഇതിലും വലിയൊരു തൂത്തുവാരൽ നടത്തിയാൽ ഒരുപക്ഷെ ഇപ്പോൾ DMKയുടെ ഒപ്പം ഉണ്ടായ സഖ്യകക്ഷികളുടെ നിലപാട് മാറാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. എന്നിരുന്നാൽ പോലും നിലവിലെ സാഹചര്യത്തിൽ അതിന്റെ ആ ഘട്ടം വരെയൊക്കെ വിജയെ നിയന്ത്രിക്കാൻ ഇപ്പോൾ DMKക്ക് അദൃശ്യമായിട്ടുള്ള ഈ സഖ്യകക്ഷികളുടെ ഇടപെടലുകൊണ്ട് സാധിക്കുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഞാൻ തിരികെ ഇപ്പോൾ മാധ്യമപ്രവർത്തക ധന്യ രാജേന്ദ്രൻ ടെലിഫോൺ ലൈനിൽ ഉണ്ട്. ധന്യ, നിലവിൽ വലിയ ആഘോഷത്തോടു കൂടിയാണ് TVK സർക്കാർ ചുമതലയേൽക്കാൻ പോകുന്നത്. ഇതാ സത്യപ്രതിജ്ഞ കഴിഞ്ഞിട്ടുണ്ട്. ഇനി സർക്കാരിൻ്റെ ആദ്യത്തെ തീരുമാനം എന്ത് എന്നതൊക്കെ ആകാംക്ഷയോടെ എല്ലാവരും കാത്തിരിക്കുകയാണ്. നമുക്കറിയാം, ഈ വിജയെ സംബന്ധിച്ചിടത്തോളം ഒരു അനുഭവ സമ്പത്തിന്റെ പ്രശ്നമുണ്ട് എന്ന് പൊതുവെ നിരീക്ഷകർ പറയുന്നുണ്ട്. കാരണം ആദ്യ ഒരു മേൽക്കൈ ഇല്ലാതെയാണ് ഗവർണറെ കണ്ടത്. സാധാരണ നിലയിൽ പിന്നീട് ഗവർണർ കാണുമ്പോൾ കൃത്യമായൊരു മെജോറിറ്റി ഉണ്ടാകേണ്ടതുണ്ട്. പക്ഷെ 4ാം തവണയാണ് മെജോറിറ്റിയുമായി ഗവർണറിലേക്ക് എത്തിയത്. അത് തന്നെ വിജയുടെ ഒരു രാഷ്ട്രീയ അനുഭവ സമ്പത്തിന്റെ പോരായ്മയാണ് എന്ന് എതിരാളികൾ പറയുന്നുണ്ട്. എന്താണ് ഇനി നമ്മൾ തമിഴ്നാട്ടിൽ പ്രതീക്ഷിക്കേണ്ടത്? എതിരാളികളെ പിന്നിലാക്കുന്ന തരത്തിലുള്ള ഭരണ മികവിലേക്ക് വിജയ്ക്ക് പോകാൻ സാധിക്കുമെന്നാണോ പ്രതീക്ഷിക്കേണ്ടത്? എനിക്ക് തോന്നുന്നു നമ്മൾ ഇത് പടിപടിയായിട്ടാണ് കാണേണ്ടത്. ഇന്ന് അഫ്കോഴ്സ് എന്തായിരിക്കും വിജയ് എന്താണ് സൈൻ ചെയ്യാൻ പോകുന്നത്? ആദ്യം എനിക്ക് തോന്നുന്നു സ്ത്രീകൾക്ക് വേണ്ടിയുള്ള എന്തെങ്കിലും പോളിസി ആയിരിക്കും ആദ്യം അനൗൺസ് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ അതിനായിരിക്കും സൈൻ ചെയ്യാൻ പോകുന്നത്. അടുത്ത ഘട്ടം വിജയുടെ ഫ്ലോർ ടെസ്റ്റ് ആണ്. ഇപ്പൊ വെറും ഒരു എക്സാക്ട് നമ്പർ മാത്രമാണ് സിമ്പിൾ മെജോറിറ്റിക്ക് വിജയിക്കുള്ളത്. നമ്മൾ ദിവസവും കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ 2 MLA ഈ സൈഡിലേക്ക് പോയി, 2 MLA റിസോർട്ടിൽ കൊണ്ട് കേൾക്കുന്നുണ്ട്. അപ്പോ കർണാടകയിൽ ഇങ്ങനെ പല പ്രാവശ്യം ഫ്ലോർ ടെസ്റ്റ് കവർ ചെയ്ത ഒരാളെന്ന് എനിക്ക് പറയാണ്. തമിഴ്നാട്ടിൽ ഫ്ലോർ ടെസ്റ്റ് തന്നെയാണ് അടുത്ത ഘട്ടം. ഈ ഫ്ലോർ ടെസ്റ്റ് പാസ്സായാൽ വിജയുടെ സർക്കാർ എനിക്ക് തോന്നുന്നു കുറച്ചു കാലമെങ്കിലും വളരെ കോൺട്രവേഴ്ഷ്യൽ ആയ ഡിസിഷൻസ് എടുക്കുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ NEP അവർ ശരിവെക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒട്ടും തിരുമാവളവന്റെ PCക്ക് സമ്മതിക്കാതെ ഏതെങ്കിലും ഒരു ഡിസിഷൻ എടുക്കുകയാണെങ്കിൽ മാത്രമാണ് ആ സർക്കാരിന് ഒരു ഇമ്മീഡിയറ്റ് ത്രെറ്റ് ഉണ്ടാവാൻ പോകുന്നത്. ഇല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു കുറച്ചു കാലം ഓടും. പക്ഷെ ഇതൊരു വേഫർ തിൻ സർക്കാരാണ്. അതായത് ഏതെങ്കിലും MLAസിനെ മറ്റെങ്കിലും വീഴാമെന്നൊരു സ്ഥിതി തന്നെയാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.